ഗായ്സ്, അപ്പം നമ്മൾ ഒരു ഗസ്റ്റിനെ കാണാൻ വേണ്ടി പോവുക. അപ്പം നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ അതെ, ഞാനും അതെ, ഞാൻ രാവിലെ നമ്മളിന്ന് പോകുന്നത് നെടുങ്കണ്ടം ടു തിരുവനന്തപുരം. യെസ്. അപ്പം നമുക്ക് കാണാം ആരാ ഗസ്റ്റ് എന്ന്. നമ്മളിന്ന് ഒരു ലോങ് ട്രാവൽ എടുക്കാൻ പോവാണ്. നമുക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരു ഗസ്റ്റിനെ കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ നിൽക്കുന്നതാണ് മിസ്റ്റർ അമ്മുക്കുട്ടി. അപ്പം 8 മണിക്കൂർ ഓക്കെ ലൂൺ എല്ലാവർക്കും മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ആളുടെ ഇൻസ്റ്റ ID നമ്മുടെ കൊടുത്തേക്കാം, ഫോളോ ചെയ്യുക. അപ്പം നമ്മുടെ ഈ വ്ലോഗ് എന്താണെന്ന് ഞാൻ 1 ലൈൻ പറയുവാണ്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മളിന്ന് കാണാൻ പോവാണ്. 8 മണിക്കൂറത്തെ ജേർണിക്ക് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ അതെ, ആളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വന്നത്. കട്ടപ്പന ഇവിടെ വരെ ഞാനും അതെ, അതാണ് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യത്തുള്ളൂ ഗൈസ്. സോ സ്റ്റാർട്ടഡ്, ഇറ്റ്സ് മീ ഡിമസ്കോസ്. യെസ്. അപ്പം നമ്മളിപ്പം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:15. നമുക്ക് 8 മണിക്കാണ് ബസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ ചെന്ന് നിൽക്കണം. അമ്മൂസ് ഒപ്പം തന്നെയുണ്ട്. നമ്മുടെ ചേട്ടായി അവിടെ നിന്ന് വരുന്നുണ്ട്. ഉമ്മയും ലീൻ ചേട്ടയുമാണിത്. വരൂ കൂട്ടുകാരൻ, ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ച വിജയം നമുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? തിരുവനന്തപുരത്തേക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? തിരുവനന്തപുരത്തേക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഒറ്റയടിക്ക് താരിപുറത്തേക്ക്. മന്ദിരത്തിന് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം. രാത്രിയാണ്, വണ്ടി ഇരുന്ന് ഉറങ്ങരുത്, കണ്ണും പിടിച്ചിരുന്നോണം. രാവിലെ ആകുമ്പോഴത്തേന് തമ്പാനൂർക്ക് ഒന്ന് ഇറങ്ങിക്കോണം. തെങ്കാശി പോയി ഇറങ്ങി. ഓക്കെ, നീണ്ട ദൂരയാത്ര. കണ്ടോ, ചെളിക്കുണ്ടും മലയും ആറും കുളവും എല്ലാം കടന്നാണ് പോകുന്നത്. അതെ, ആരെ കാണാൻ? ഇനി ഓഫ് റോഡ് ഉണ്ട് ഇച്ചിരി കഴിയുമ്പോ, സ്പെഷ്യൽ പേഴ്സണെ കാണാൻ. അതെ, ഇനിയുള്ളതെല്ലാം ഇരുട്ടിലെ വ്ലോഗായിരിക്കും. എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? അല്ലെങ്കിൽ അമ്മൂസ് ഫ്ലാഷ് അടിക്കേണ്ടി വരും മുഖത്തേക്ക്. ഞാനും അറിയുമ്പോഴത്തെ കാര്യമുള്ള കാര്യം പറയാൻ പറഞ്ഞുപോയി. നിങ്ങൾ ഓൾവേസ് ട്വിന്നിങ് ആണ്, കണ്ടോ? അതെ ഗൈസ്, നിങ്ങൾ രണ്ടുപേരെയും കണ്ട തിരിച്ചറിയാൻ പാടില്ല. ഇതിലേതാ ഫേബ? പറയൂ നിങ്ങൾക്കുള്ള ടാസ്കാ, ടഫ് ക്വസ്റ്റ്യനാ. കണ്ടുപിടി. അതെ, ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. നിങ്ങൾ ഓൾവേസ് ട്വിന്നിങ്. ഞാനാണ് മൂത്തത്. ഞാൻ 2003. കുഞ്ഞു കൊച്ചാ. ഞാൻ 2003, അമ്മ 2006. 3 വയസ്സ് വ്യത്യാസമുണ്ട്. കണ്ടാ ഞാൻ ചേച്ചിയാന്ന് പറയുന്നത്. ചുമ്മാതെ ഗൈസ്, ഞാൻ തയ്യാ ചേച്ചി. അതൊക്കെ വെറുതെ പറയുന്ന. എനിക്ക് ബുദ്ധിയും മെച്ചൂരിറ്റിയും ഒക്കെ കുറച്ചും കൂടെ ഉണ്ട്. അമ്മൂസിനെ വെച്ച് നോക്കാൻ നേരം അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് ബുദ്ധിയും വിവരമുള്ളത് എനിക്കാ ഗൈസ്. അമ്മ പറയും നമ്മുടെ കൂട്ടത്തിൽ ആർക്കാ ബുദ്ധിയും വിവരമുള്ളതെന്ന്. അമ്മ പറയൂ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് ബുദ്ധി വിവരമുള്ളത്? കല ഉടച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വണ്ടി കയറും. അതെ, നമ്മുടെ സ്വന്തം നെടുങ്കണ്ടം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരാ അതിഥിന്ന്. അതിഥിന് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ത്രില്ലൊക്കെ അങ്ങ് പോകും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഇന്നാണ് അങ്ങനെ ഒരാളെ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കയറാൻ ഒരു 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. വണ്ടി കിട്ടി ഗായ്സ്. മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റല് കണ്ടോ നീ? ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ നീ? ഗായ്സ്, സമയം എത്രയായി? 1:22. 1:26. നമ്മൾ കോട്ടയത്ത് നിൽക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബസ് ഒന്ന് മാറി കയറേണ്ടി വന്നായിരുന്നു. നമ്മുടെ പഴയ ബസ് ഭയങ്കര കംപ്ലൈൻറ്റ്. സോ തുടക്കത്തിൽ
വ്ളോഗ് ഇത്ര അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. അപ്പാപ്പന്മാരെ പോലെ ഉണ്ട് ഒരു മോയിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നൊക്കെ കണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് ബസ്. ഇപ്പം ആണ് ഗൈസ് കോട്ടയം ഗ്രേറ്റ് ഇരിക്കാൻ പറ്റില്ല കോട്ടയം പറഞ്ഞേ. മനസ്സിലായി. ഇനി കുറച്ച് നിമിഷം കൂടെ ഉള്ളൂ നമ്മൾ അതിഥിയെ മീറ്റ് ചെയ്യാൻ. ഗൈസ് നമ്മൾ വണ്ടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ കടഞ്ഞു നിർത്തി കാണിച്ചു കൊടുക്കാൻ അതെ ഞങ്ങള് വണ്ടി മിസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ നമ്മളറിയാതെ വണ്ടി എടുത്തോണ്ട് പോകത്തില്ലേ കയറുന്നു നിന്ന് നോക്കി ഞങ്ങളറിയാതെ കണ്ടക്ടർ കയറാതിരിക്കാൻ. പക്ഷെ പുള്ളി പറ്റിച്ചിട്ട് പോയി അപ്പുറം കൂടെ പോയി. ഇപ്പൊ ഞങ്ങള് കയറാൻ പോവാ. ഞങ്ങളുടെ സീറ്റിലാണ് ഒതുങ്ങിയൊക്കെ ഇരിക്കണം. മറ്റേ വണ്ടിക്കകത്ത് രാജകീയമായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. ബിഗ് ബോസ് തിന്നാനുള്ളത് ഇറങ്ങില്ല. തിന്നെ ലിപ്സ്റ്റിക്കൊക്കെ പോയി വെള്ളം ഇല്ലാതെയും ജീവിക്കാം. ലിപ്സ്റ്റിക്ക് ജീവിക്കാം. അമ്മൂത്ത് വെള്ളം കഴിഞ്ഞ 3 ദിവസമായി. അങ്ങനെയൊന്നുമില്ല. കഴിച്ച് 4 ദിവസം കുളിക്കും. ടാഗിയോർ കുളിക്കാത്ത ഫ്രണ്ട് നോണ പറഞ്ഞ വണ്ടി തള്ളി കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്തെത്തി. അടിപൊളി യാത്രയായിരുന്നു. ഫുൾ ഉറപ്പായിരുന്നു. ഇനി നമുക്ക് ആ ബസ്സിലാണ് പോകേണ്ടത്. നെടുമങ്ങാട് കയറി കരകുളം പാലം ഇറങ്ങണം. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഉറക്കമായോ? ഞങ്ങളങ്ങനെ കരകുളത്തെത്തി. അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം ഞങ്ങൾ അതിരാവിലെ കരകുളത്തെത്തി. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾ കാത്തിരുന്ന ഗസ്റ്റിനെ കാണാൻ പോവാണ്. നമുക്ക് അത്രയുമേൽ പ്രിയപ്പെട്ട ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പാട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സുവർണ നിമിഷത്തിൽ അമ്മൂസിന് എന്താണ് പറയാനുള്ളത്? കപ്പ വറുത്തത് തിന്നാ. ഈ സന്തോഷ സായാഹ്നത്തിൽ നമ്മൾ കപ്പ വറുത്തത് തിന്ന് പുറത്തിടാൻ പോവാണ് ഗൈസ്. നമ്മുടെ കാത്തിരിപ്പിൻ്റെ അവസാനം വീട്ടിലെത്തി. ഇനി നിങ്ങൾ കാണാനിരുന്ന ഗസ്റ്റ് ഇതാണോ? അല്ല. ഏത് ഭാഗത്തിൽ അമ്മിട്ടുണ്ട്? ഗുഡ് മോർണിംഗ്. കയറി വന്നോട്ടെ. ഈ ഒരടി മനുഷ്യനെ കാണാനാണ് ഞങ്ങൾ 7 കടലും താണ്ടി വന്നിരിക്കുന്നത്. പെയ്യും നിൻചിരി മഴ തന്നലായി. എന്റെ വ്ളോഗാന്ന് അറിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ ഒക്കെ എടുത്തിട്ട് തരും. അമ്മേ ഞങ്ങള് അമ്മേ പറയുന്നത്
നമ്മൾ കാണാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് 2 വാക്ക് പറയാവോ? ചെറിയ വാക്ക് പറ. എങ്ങനെ പറയാം? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളല്ലേ കാണാൻ പോകുന്നേ? ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടൂസിനെ കാണാൻ പോവുകയാണ്. അമ്മ അങ്ങനെ പറയല്ലേ. ഇത് ലാസ്റ്റ് ബ്ലൂബർ ആയിട്ടുള്ള. അതെ, അമ്മ സസ്പെൻസ് പൊട്ടിച്ചായിരുന്നു ഗൈസ്. ഞങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ എടുത്തില്ല. അതെ,